ദേശാഭിമാനി മുഖപ്രസംഗം 2026 മെയ് 30. മുട്ടിലിഴയലോ നയം. വികസനക്ഷേമ കാര്യങ്ങളിൽ കഥയറിയാതെ ആട്ടം കാണലായും കേന്ദ്ര സർക്കാരിനുള്ള സമീപന കാര്യത്തിലെ മൗനം RSSന് വഴങ്ങാനുള്ള ഉടുത്തൊരുങ്ങലായും സംശയം ജനിപ്പിക്കുന്നതാണ് UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വരിവിടാതെ മുഴുവൻ വായിച്ച നയപ്രസംഗം മുൻകാലങ്ങളിലേതുപോലെ ഭാവി വികസനം, ജനക്ഷേമം എന്നിവ സംബന്ധിച്ച സുപ്രധാന നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതല്ല. ഏറ്റവും പാവപ്പെട്ടവരടക്കമുള്ളവരുടെ നിത്യജീവിത വൃത്തിയെ സഹായിക്കുന്ന പല പദ്ധതികളിലുമുള്ള മൗനം ജനങ്ങളുടെ കരളിൽ ഇരുൾ വീഴ്ത്തുന്നതാണ്. 66,000 കുടുംബത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക മാത്രമല്ല, അവർ തുടർന്നും പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചാണ് LDF സർക്കാർ അധികാരമൊഴിഞ്ഞത്. അതേക്കുറിച്ച് പരാമർശമേ ഇല്ലെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. പട്ടികജാതി വിഭാഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് ലൈഫ് പദ്ധതി പറയുന്നുണ്ടെങ്കിലും ആ പദ്ധതി നടപ്പാക്കാൻ ബാധ്യസ്ഥമായ തദ്ദേശ വകുപ്പിന്റെ നയപരിപാടികളിൽ അതില്ല. വീടില്ലാത്തവരുടെ സ്വപ്നത്തിനുമേലുള്ള ഇരുട്ടടിയാണത്. ഗതാഗത മേഖല, മനുഷ്യ വന്യജീവി സംഘർഷം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല തുടങ്ങി സുപ്രധാന വകുപ്പുകളിലൊന്നും വാചകമടിയല്ലാതെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളില്ല. കഴിഞ്ഞ സർക്കാർ ഈ രംഗത്തെല്ലാം ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കിയത് തുടരുമോ എന്ന സൂചന പോലും നൽകുന്നില്ല. UDF പ്രഖ്യാപിച്ച 5 പരിപാടിയിലും ഉറപ്പിച്ച് ഒരു വാക്ക് പറയാനില്ല. അതിൽ പ്രഖ്യാപിച്ച 2 പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്നോ ബാക്കിയുള്ളവ എന്ന് എപ്രകാരം കൊണ്ടുവരുമെന്നോ പറയുന്നില്ല. വാഗ്ദാനം നൽകിയതൊന്നും ചാടിക്കേറി പ്രഖ്യാപിക്കരുതെന്നും മുണ്ട് മുറുക്കി ഉടുക്കാനാണ് പറയേണ്ടതെന്നുമാണല്ലോ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ ഉപദേശം. അത് പൂർണ്ണമായും ശിരസാവഹിച്ച് തയ്യാറാക്കിയതാണ് നയപ്രഖ്യാപനമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക സമീപനം മൂലം സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതെന്ന് 100% ഉറപ്പുള്ള 1,00,000 കോടിയിലേറെ രൂപയുടെ നഷ്ടക്കണക്ക് മുന്നിലുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, ഭാവിയിൽ കേന്ദ്രം ഈ നിലപാട് തുടർന്നാൽ എന്തായിരിക്കും പ്രതികരണമെന്നും പറയുന്നില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവൻ പാടാൻ മലർക്കെ മൈക്ക് തുറന്നിട്ടതും നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേമാതരത്തോട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി പൂണ്ട നിലപാട് എടുത്തതും കൂട്ടി വായിക്കുമ്പോൾ ഈ നയരാഹിത്യവും കേന്ദ്രത്തോടുള്ള തലോടലും യാദൃച്ഛികമാണെന്ന് കരുതാനാകില്ല. മുഖ്യമന്ത്രി VD സതീശൻ പണ്ടേ തന്നെ RSSനോട് കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ വിധേയത്വം കൊണ്ടാകണം അർഹതയുള്ള വിഹിതം കേന്ദ്രത്തോട് ചോദിക്കാൻ മടിക്കുന്നതും BJP സർക്കാരിനോടുള്ള നയം വ്യക്തമാക്കാതിരിക്കുന്നതും. നിശ്ചയമായും കേരളത്തിന് അതേക്കുറിച്ച് അറിയാൻ അവകാശമുണ്ട് എന്നത് സർക്കാർ മറന്നു. തൊഴിലുറപ്പ് അട്ടിമറിച്ചു കൊണ്ടുവന്ന പുതിയ നിയമത്തോട് എന്ത് സമീപനമെടുക്കും? 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചു തരാമെന്ന് വീമ്പിളക്കിയ മുനമ്പം വിഷയത്തിൽ ഇനി എന്തു ചെയ്യാൻ പോകുന്നു? UDF തന്നെ പലയാവർത്തി പ്രഖ്യാപിച്ച ധവളപത്രം സംബന്ധിച്ച നിലപാട് എന്താണ്? പൂച്ച പെറ്റിക്കിടക്കുന്ന ഖജനാവെന്ന് പറഞ്ഞവർ 5,429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ടെന്ന് കണ്ടാണോ അക്കഥ പറയാതിരുന്നത്? പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ മറികടക്കാൻ പരിപാടികളൊന്നുമില്ലേ? അതോ ഈ വിഷയത്തിലും മോദിയുടെ ഒക്കച്ചങ്ങാതിയായി തുടരുമോ? ഇത്യാദി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നാണ് സർക്കാർ ഒളിച്ചോടിയിരിക്കുന്നത്. RSS ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന സമീപനമാണ് UDF സർക്കാർ എടുക്കാൻ പോകുന്നത് എന്ന സൂചന നയപ്രഖ്യാപനത്തിലുണ്ട്. ആ നയം അടിച്ചേൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ നാട്ടുകാർ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ.